സഹസ്രനാമത്തിൻ്റെ 32ാമത്തെ ശ്ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പീസ്ഫുൾ ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എല്ലാ നാമങ്ങളും എല്ലാ ശ്ലോകങ്ങളും കിട്ടുന്നതാണ്. അതിൻ്റെ അർത്ഥങ്ങളും ഞാൻ ഇതിനകത്ത് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നാമം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഭൂതഭവ്യ ഭവത്നാഥ പവന പാവനോ അനില കാമഹ കാമകൃത് കാന്ത കാമപ്രദ പ്രഭു. ഇതാണ് തുടങ്ങുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഭൂതകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും നാഥനായിരിക്കുന്നവനും വായുസ്വരൂപനായവനും വായുരൂപേണ ചലിപ്പിച്ച് പവിത്രമാക്കുന്നവനും അഗ്നിസ്വരൂപൻ ആയിട്ടുള്ളവനും ഭൗതിക കാമങ്ങളാകുന്ന ആസക്തിയെ നശിപ്പിക്കുന്നവനും തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രപഞ്ചത്തെ കൊണ്ടു നടത്തുന്നവനും ദിവ്യമംഗള സ്വരൂപിയായിരിക്കുന്നവനും ഭക്തന്മാരാൽ കാമിക്കപ്പെടുന്നവനും ഭക്തജനങ്ങളുടെ അഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കുന്നവനും സ്വന്തം നിലയിൽ തന്നെ എല്ലാം ചെയ്യാനും ചെയ്യാതിരിക്കാനും മറ്റു വിധത്തിൽ ചെയ്യാനും കഴിവുള്ള മഹാവിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഓരോ നാമങ്ങളും ഓരോ ശ്ലോകങ്ങളും പഠിക്കുക. എല്ലാവരും ഇത് ജപിക്കുക. പീസ്ഫുൾ ലൈഫ്.